ആ ചാർലി ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ശരിയാവില്ല. ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റിയ ആളല്ല. ഇപ്പോഴെങ്കിലും നിന്റെ കടുപ്പിടുത്തം ഒന്ന് കള. അത് കളയണമെങ്കിൽ ഞാൻ എന്റെ റോസിയെ മറക്കണം. ശവക്കുഴി മാന്തിക്കോ? അതിന് പറ്റിയ സമയമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. മറിയെ മാത്രം കൊണ്ടുപോ. മറ്റു രണ്ടുപേരും ആവുമ്പോ ആയമ്മ നോക്കിയാലും മതിയല്ലോ. ആയമ്മ നോക്കി. എന്റെ പൊന്നു കർത്താവേ, എന്നെ ഏൽപ്പിക്കണ്ടേ? ആ ചെറുക്കനൊരുത്തനെ നോക്കാൻ ഒരു 10 പോലീസുകാരെങ്കിലും വേണം. എന്നാ അവനെ നമുക്ക് കൊണ്ടുപോവാം. അതിലും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നീ വരണ്ട, പിള്ളേരെ നോക്കി വിട്ടിരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ട. ഞാൻ പറയുന്ന കേക്ക്. ഒന്ന് നിന്നേ. എനിക്ക് വരണം. എനിക്ക് എന്റെ ചേട്ടനെ കാണണം. നിനക്ക് പോരണമെന്നുണ്ടെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് പിടിഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനിക്കണം. ചാർലിയെ വിളിക്കണോ അതോ ഇവിടെ നിൽക്കുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിച്ചാക്കിക്കോ. ഇനിയിപ്പം വിളിച്ചാ വരുമെന്ന് ആർക്കറിയാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണല്ലോ അവന്റെ പെണ്ണ് കാണല്ലോ നീ സഹകരിച്ചത്. ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണം, മനസ്സിലായോ? ഓരോരുത്തരെ കൊണ്ട് എപ്പോഴൊക്കെ ആവശ്യം വരുന്ന ആർക്കറിയാം. ഹലോ 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 ഹലോ, ആരാടാ? എടാ ഇത് ഞാനാ, ജെയിംസ് ഊട്ടി. കുട്ടിച്ചനാണോ? കുട്ടിച്ച കുട്ടിച്ച നിന്റെ ചുമയൊന്ന് നിർത്ത് കഴിവറി. ഹലോ, ചാർലി, ഹലോ, എന്നാ കൊടുക്കുന്ന ചുമയാടാ? സോറി കുട്ടിച്ച, ഇന്നലെ ഇത്തിരി ഫിറ്റായി പോയി. നീ ഞാൻ പറയുന്നത് കേക്ക്. നീ അത്യാവശ്യമായിട്ട് ഉടനെ ഇവിടം വരെ വരണം. പെണ്ണ് കാണാനാണോ? ഇവന്റെ എടാ, അമേരിക്ക വെച്ച് സാറയുടെ ആങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി. ഓ, അതങ്ങ് നന്നാക്കിയാ പോരായോ? നിന്റെ കാര്യം എടാ, അവരെല്ലാം ആശുപത്രിയില്ല. രവിയേട്ടന്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാ. പിന്നെ ഞങ്ങള് രാവിലത്തെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പുറപ്പെടുക. പിള്ളേരെ കൂടെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റുമോ? നീ ഉടനെ ഇങ്ങോട്ട് വരണം. അത് ശരിയാവോ കുട്ടിച്ച? പിന്നെ സാറാമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. സത്യം, കർത്താവാണ് സത്യം. കുട്ടികളൊക്കെ നിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എപ്പോഴാ വരുന്നേന്ന്. സത്യം. ആയപ്പണിക്കൊരാള്, കാവൽക്കാരൻ അല്ലേ? എടാ മോനെ, നീ എന്റെ പിള്ളേരുടെ ചിറ്റപ്പനല്ലേ? ഞാനില്ലെങ്കിൽ അവരുടെ കാര്യം നോക്കണ്ടത് നീയല്ലേ? അല്ലേ? അയ്യോ, പിന്നെ അത് ഞാനാ. അപ്പൊ നീ എങ്ങനെ വരും? നടന്നു വരാനാണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് കാറേ വരാം. ഉറപ്പാണേ? എടാ സംഗതി സീരിയസാ, നീ ഉറയും കളയരുത്. രാവിലെ 8 മണിക്കാ ഞങ്ങൾക്ക് മദ്രാസ് ഫ്ലൈറ്റ്. നാളെ രാത്രിയാണോ അതോ മറ്റന്നാ? എടാ പുണ്ണാക്കാ, നീ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്തണം. ഓക്കെ? അങ്കിളാ വരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഓടി അപ്പുറത്ത്. ഇതൊക്കെ നീയാണോ തീരുമാനിക്കുന്നത്? ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കി വെച്ചിട്ടുണ്ടല്ലോ.
ആരാ? Oh my God. Who are you? Oh my God, who are you? നിങ്ങൾ ആരാ? ചാക്കോ, ചാലി ചാക്കോ. എന്ത് വേണം? കുട്ടിച്ചന്റെ ജെയിംസ് ഓടിയുടെ വീട് അല്ലേ? അയ്യോ ഇതല്ല, ആ വീടാ. ഓ ഐ ആം സോറി. Hey Julie, stop it. Julie, stop it. Hey Chandan, പട്ടിയെ പിടിച്ചേ. ഓ സോറി. എടാ ചാർലി, ആരെടി? എവിടെ? ഇങ്ങോട്ട് നോക്കേ. എങ്ങോട്ട് പോകാൻ? ഇവിടെ എവിടെ? സാറേ സാറേ വീട് അവിടെ അയ്യോ അത് വഴിയല്ല, കുഴി. അയ്യോ സാറേ അത് വഴിയല്ല കുഴിയാ. വഴി വഴി തെറ്റി എഴുതിന് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ട, അല്ല അവന്റെ മുഖത്ത് ടോർച്ചടിക്കാല്ലോ. ഇങ്ങോട്ട് നോക്കാൻ. എവിടെ? ഇവിടെ മേലോട്ട് നോക്കാൻ. എവിടെ? മേലോട്ട്. ആകാശല്ലേ? ചാർലി, ഹലോ. അവിടെ ലുക്ക് ആ ടെറസിന്റെ മുകളില്. ഇവിടെ ആഹാ കുട്ടിച്ച. ഇറങ്ങി വരട്ടടാ. കുട്ടിച്ച ഞാൻ ഇവിടെ. അയ്യോ നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഞാനിപ്പോ ഡയറ്റില്ല. അതെ എടാ ഉപ സത്യം പറഞ്ഞ നിന്നെ കാണുന്നവരെ ഞാൻ മുള്ള നിൽക്കായിരുന്നു. നീ എന്നാ ഈ നോക്കുന്നേ? അല്ല മുള്ളുകൊണ്ട് ചോര ഒഴുകുന്നില്ലല്ലോ. തമാശ പറയാൻ കേട്ടോ നേരം. എന്നതാടാ ഇത്? മുയൽ, റഷ്യ മുയൽ. നേരത്തെ കാരണം വെക്കാതെ. നീ വണ്ടി ഓടിച്ച് വല്ല ക്ഷീണിച്ചോ? ഞാൻ ഓടിക്കുന്നിടയിൽ ഇച്ചിരി ഉറങ്ങുകയൊക്കെ ചെയ്യും. ഉറങ്ങിയോ? ഒരു കട്ടൻ അടിക്കണോ? ആ കട്ടൻ. ആ എടുത്തേ. എത്ര നാളായി കണ്ടിട്ട്. എന്തുകൊണ്ട് വിശേഷം? അവിടുത്തെ മൂടോട്ടായിരിക്കുക. അതെ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തിനാ മൂഡ് ഔട്ട്? ഏ